ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്ന ഹാളൻഡിന്റെ ഒരു കാർഡാണ്. അപ്പം എല്ലാവരും ഈ ഒരു കളി കണ്ടതാണ്. ബ്രസീലിനെ അടിച്ച് തൂഫാനാക്കിയ കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. ആൾക്ക് കിട്ടിയ 2-3 ചാൻസിൽ ആൾ രണ്ടും ഗോളാക്കി. ആ 2 ഗോളും കണ്ടാണ്. പ്രത്യേകിച്ച് പുള്ളിയുടെ ആ ഒരു രണ്ടാമത്തെ ആ ഒരു ഗോള് ലോ സ്ക്രീമർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു കിക്കിംഗ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനുണ്ട്. പിന്നെ പുള്ളിയുടെ ജമ്പും ഫിസിക്കാലിറ്റിയൊക്കെയാണ് മെയിനായിട്ട് വന്നത്. അടിപൊളി കാർഡാണെന്ന് പറയാം. അത്യാവശ്യം നല്ല ഗോൾ കോൺട്രിബ്യൂഷൻ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് പുള്ളിയുടെ കാർഡെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതും അതേപോലെ തന്നെ ഒരു വെർത്തായിട്ടുള്ളൊരു കാർഡ് തന്നെ. അത്യാവശ്യം 100 കോയിൻ കൊടുത്ത് കറക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. കാരണം ആളുടെ കിക്കിംഗ് പവർ അത്യാവശ്യം ഊജിയാണെന്ന് പറയാം. നല്ലോണം അടിച്ച് നല്ല പവറിൽ കയറ്റുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു കിടിലൻ കാർഡ് തന്നെയാണ്. കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിസിക്കാലിറ്റിയിലാണെങ്കിലും. പുള്ളി പെട്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാസ് കൊടുത്താൽ റണ്ണ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടച്ച് എടുത്തിട്ട് ആ ഒരു ഷോട്ട് നോക്കാം. അത്യാവശ്യം ഒരു ടൈറ്റ് ആംഗിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് ആ ഒരു മൂലയിൽ വന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓടി കയറിക്കോളും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല, കാരണം ഫിസിക്കാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ തള്ളി ഉന്തിയിട്ടൊക്കെ കയറി പൊക്കോളും. പെട്ടെന്ന് പാസ് കൊടുത്താൽ അതിനനുസരിച്ച് തന്നെ ആള് പെട്ടെന്ന് കയറിക്കോളും. കാരണം പുള്ളിനെ പെട്ടെന്ന് അങ്ങനെ പിടിച്ചു കിട്ടാൻ പറ്റൂല. ഫിസിക്കാലിറ്റി ഉള്ള ഈ ഒരു 2 ഗോളിൽ മൂവ്മെന്റ് അറിയാം. അത്രയും കിടിലൻ റണ്ണാണ്. പുള്ളിനെ അങ്ങനെ പെട്ടെന്ന് തൊടാൻ പറ്റൂല. കാരണം സ്പീഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത്രയും വേഗത്തിൽ തന്നെ ആൾ കയറി പോകുന്നുണ്ട്. More or less by himself, as cool as you like. Well, how's that for composure, Peter? You can see the keeper tried to put as much pressure. Oh, lovely bit of skill. He's having a pop! Oh, wow, that's crazy! And he stuck it away as if laser guided. I just thought it hit the outside of the post for a moment there, but it just curled enough to catch the inside for a very good strike. As a player, I like a lot. നല്ല ക്രോസ് ആണെങ്കിലും ക്രോസിൽ നിന്ന് ഫിനിഷ് ചെയ്യാനുള്ള അടിപൊളിയാണ്. നല്ല ഹെഡിങ് എബിലിറ്റി ഉണ്ട്. ജമ്പായാലും ഒരുപാട് അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടും. കാരണം നല്ലൊരു ക്രോസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡബിൾ പിവോട്ട് പോലെ കളിക്കണമെങ്കിൽ ഒരു ഹോൾ പ്ലെയർ പുള്ളിയുടെ കൊടുത്താലും ആ ഒരു വിങ്ങിനൊക്കെ ക്രോസ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഒരു വിങ്ങർ ആണെങ്കിലും അതുപോലെ തന്നെ എന്താ റൈറ്റ് ബാക്ക് ആണെങ്കിലും ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ പുള്ളി അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. കിടിലൻ ജമ്പാണ്. അതാണ് എല്ലാം പക്കയായിട്ട് ഗോള് കയറണമെന്നുള്ളതാണ്. അങ്ങനെ ഹെഡർ ഇട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു കാർഡാണ്. He just guided it in. He did so well there, attacking the ball the way he did. He got a strong forehead behind that one. Number 9, Erling Haaland. Looking for the run. Cucurella. Oh, great leap! He's got a goal! And there's the goal they've been looking for. In position. Number 9, Erling Haaland. Alexander on. Oh, good. Yes! That is how you do it. He's the one with the Midas touch, and he has struck gold again. A lovely header, but really it was all about the delivery. കുറേ ചാൻസുകൾ കിട്ടും. അതുപോലത്തെ ഹെഡിങ് എബിലിറ്റിയാണ് പുള്ളിയുടെ മെയിൻ. ഒരുപാട് ചാൻസുകൾ കിട്ടുന്നുണ്ട്. ഞാൻ കുറേയൊക്കെ നോക്കിയായിരുന്നു. എപ്പോഴും പുള്ളിയുടെ ജമ്പ് തന്നെ കിട്ടില്ലാണ്. ആ ഒരു ജമ്പിൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് ആളെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു ക്രോസ് ഒക്കെ ആണെങ്കിൽ ആൾ അടിച്ചിട്ടോളും. അടിച്ചിട്ട് പല തുളഞ്ഞു കൂടെയാണ്. ഗോൾ കീപ്പർക്ക് അത് തടയാൻ പറ്റുന്നില്ല. അപ്പം അത്രയും ആ നിന്ന് തിരിഞ്ഞുള്ള അടിയിൽ തന്നെ അത്രയും പവറുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു കിടിലൻ കാർഡ് തന്നെയാണ്. റണ്ണാണെങ്കിലും അതുപോലെ തന്നെ ആളുടെ ആ ഷോട്ടാണെങ്കിലും ആളിപ്പോൾ ഫസ്റ്റ് ടച്ച് എടുത്ത് തിരിഞ്ഞടിക്കണമെങ്കിൽ അത്യാവശ്യം കിടിലനായിട്ട് തന്നെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെർത്തായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്.